സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെഴുവേലി ബാബുജി എഴുതിയ നോവൽ വൈറ്റ് ഹിൽ. സിദ്ധാർത്ഥന് വിശ്വാസം വന്നില്ല. അവൻ വീണ്ടും വീണ്ടും കണ്ണുകൾ ചിമ്മി തുറന്നു നോക്കി. ഇത് അച്ഛന്റെ ഫോട്ടോ തന്നെയാണ്, പൂർണ്ണകായ ഫോട്ടോ. പക്ഷേ ഇത്തരം ഒരു വേഷത്തിൽ അച്ഛനെ ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ. കരുണാനിധിയുടെയോ MGRന്റെയോ ഒക്കെ പോലെ ഒരു കറുത്ത കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ട്. നെറ്റിയിൽ 3 വിരൽ വീതിയിൽ ചന്ദനക്കുറി. അതിനു മധ്യത്തിൽ ആലിലയുടെ ആകൃതിയിൽ ഒരു വലിയ സിന്ദൂരപ്പൊട്ട്. ചന്ദന കളർ സിൽക്ക് ജുബയും കസവും മുണ്ടുമാണ് വേഷം. ജുബയ്ക്ക് മീതെ കഴുത്തിൽ രുദ്രാക്ഷ വലുപ്പത്തിൽ സ്വർണമണികൾ കൊണ്ടുള്ള മാല. തോളിൽ മടക്കി തേച്ചൊട്ടിച്ചിരിക്കുന്ന 2-ാം മുണ്ട്. കൈവിരലുകളിൽ നവരത്നങ്ങൾ പതിപ്പിച്ച മോതിരങ്ങൾ. വലത് കൈത്തണ്ടയിൽ പാമ്പു ചുറ്റിക്കിടക്കുന്നത് പോലെ കനത്ത സ്വർണ്ണ ചെയിൻ. കാലിൽ കറുത്ത ഹാഫ് ഷൂസ്. ഈ പറയുന്ന ആടയാഭരണങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ തികച്ചും ഇത് അച്ഛൻ തന്നെ. ഒരാളെപ്പോലെ ലോകത്ത് 7 പേർ ഉണ്ടാകുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് അച്ഛന്റെ അപരനല്ല, അച്ഛൻ തന്നെയാണ്, സിദ്ധാർത്ഥൻ ഉറപ്പിച്ചു. കണ്ണുകൾ പിന്നെയും ഫ്ലെക്സ് ബോർഡിൽ പരതി. അച്ഛന്റെ ചിത്രത്തിന്റെ ശിരസിന് മീതെ ഒരു കരിങ്കൊടി കെട്ടിയിരിക്കുന്നു. കാൽപാദത്തിന് ചുവട്ടിൽ തമിഴിൽ എന്തോ എഴുതിയിരിക്കുന്നു. കണ്ണുകൾ വട്ടം ചുറ്റി. ഗേറ്റിന്റെ കമാനത്തിൽ സ്വർണ്ണലിപികൾ, തമിഴിലും ഇംഗ്ലീഷിലുമുള്ള ബോർഡുകൾ. സിദ്ധാർത്ഥൻ അത് വായിച്ചു. CKS പ്രൈവറ്റ് ലിമിറ്റഡ് എക്സ്പോർട്ടിംഗ് ഫാക്ടറി. മതിലിന്റെ ഉയരം കാരണം കെട്ടിടങ്ങളുടെ 2-ാം നില മുതൽ മുകളിലേക്കുള്ള ഭാഗങ്ങളെ കാണാൻ കഴിയുന്നുള്ളൂ. ഇടയ്ക്ക് കൂറ്റൻ ക്രെയിനുകളുടെ അഗ്രം കണ്ടു. അതിൽ നിന്ന് താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന കനത്ത ചങ്ങലകൾ. ബസിന് പിന്നിലേക്ക് വന്ന ഒരു തമിഴ് യാത്രക്കാരൻ യാതൊരു സങ്കോചവുമില്ലാതെ റോഡിന്റെ തുറസായ ഓരത്തേക്ക് മാറിയിരുന്ന് മൂത്രമൊഴിച്ചു. അയ്യാ! അയാൾ മടങ്ങി വന്നപ്പോൾ സിദ്ധാർത്ഥൻ വിളിച്ചു. പിന്നെ തനിക്ക് അറിയാവുന്ന തമിഴിൽ ഫ്ലെക്സ് ബോർഡിന് നേരെ കൈ ചൂണ്ടി തിരക്കി. ആ ഫോട്ടോയ്ക്കു കീഴെ എണ്ണ എഴുതി പോട്ടിരിക്ക. അയാൾ അതിലേക്ക് നോക്കി. പിന്നെ പറഞ്ഞു, തിരു ഷൺമുഖ പെരുമാൾ അവറുകൾക്ക് കണ്ണീർ അഞ്ജലി. സിദ്ധാർത്ഥന്റെ നെറ്റി ചൊളിഞ്ഞു. ഷൺമുഖ പെരുമാൾ, അപ്പോൾ അച്ഛന്റെ ഫോട്ടോയല്ലേ അത്? തമിഴൻ തുടർന്നു. എവ്വളവ് പെരിയ മുതലാളി, പാവം എരந்து പോയിട്ടാര്. இந்த തിരുവനങ്ങൾ സ്ഥാപനങ്ങൾ എല്ലാമേ ഇവர்களுടേത് താൻ. സിദ്ധാർത്ഥന്റെ ഉദ്യോഗം കെട്ടു. ഇത് അച്ഛനല്ല. ഈ കാണുന്ന ഫാക്ടറി എന്ന് പറയുമ്പോൾ 100 കണക്കിന് കോടികളുടെ ആസ്തി വന്നേക്കും. തന്റെ അച്ഛൻ അങ്ങനെ ഒരു മുതലാളിയായിരുന്നില്ല. ഉള്ളത് നുള്ളിപ്പെറുക്കി വീടിന്റെ കടമെങ്കിലും വീട്ടാൻ ശ്രമിച്ചിരുന്ന ഒരു സാധു. എല്ലാരും ബസ്സിലെ ഏറുങ്കോ. കണ്ടക്ടറുടെ ശബ്ദം. മറ്റുള്ളവർക്കൊപ്പം സിദ്ധാർത്ഥനും കയറി. ബസ് വീണ്ടും നീങ്ങി. ഒരിക്കൽ കൂടി അവൻ തിരിഞ്ഞ ഫ്ലെക്സ് ബോർഡിലേക്ക് നോക്കി. ഷൺമുഖ പെരുമാൾ, അച്ഛനെ പോലെ തന്നെ. CKS എന്ന കമ്പനി പേര് CK ഷൺമുഖ പെരുമാൾ എന്നാവും. സിദ്ധാർത്ഥന്റെ മനസ്സിന് ശൂന്യത തോന്നി. അല്പം മുമ്പ് തിങ്ങി നിറഞ്ഞ ഉത്കണ്ഠയത്രയും വെള്ളം ഒഴുകിത്തീർന്ന നദി പോലെയായിരിക്കുന്നു. ബസ് ഓടിക്കൊണ്ടേയിരുന്നു. കരിമ്പന കൂട്ടങ്ങൾ മിന്നൽ വേഗത്തിൽ പിന്നോട്ടു പോയി. തിരുപ്പത്തൂർ. ഇമ്പൻ ടവർ ലോഡ്ജിന്റെ 117-ാം നമ്പർ റൂം. കിടക്കയിൽ ചമ്രം പടിഞ്ഞിരിക്കുന്നു DYSP യാസിർ അഹമ്മദ്. മടിയിൽ ഒരു തലയിണ വെച്ച് അതിലേക്ക് കൈമുട്ടുകൾ ഊന്നിയിരിക്കുന്നു. SI സോളാർ ശങ്കർ ഒരു ബിയർ കുപ്പി ഓപ്പൺ ചെയ്ത് മെല്ലെ വായിലേക്ക് ചരിച്ചു. നിക്സൺ പോളിന് പകൽ നേരത്ത് മദ്യപിക്കുന്നതിനോട് താല്പര്യമില്ല. അയാളുടെ ചുണ്ടിലിരുന്ന് ഒരു സിഗരറ്റ് പുകയുന്നു. കുമാരനാണെങ്കിൽ റൂം ബോയിയെ വിട്ട് വാങ്ങിപ്പിച്ച ഉഴുന്നുവടയും ചായയും കഴിക്കുന്നു. സാറിനൊന്നും വേണ്ടേ? സോളാർ ശങ്കർ യാസിർ അഹമ്മദിനെ നോക്കി. എനിക്ക് വേണ്ടത് അവനെയാണ്, ഡാവിഞ്ചിയുടെ മകൻ അമരനെ. യാസിർ പറഞ്ഞു. സാർ ഒരു വാക്കു പറഞ്ഞാൽ മതി. ഫ്രെഡി സാറല്ല, ഇവിടുത്തെ പോലീസ് മുഴുവൻ എതിർത്താലും അവനെ ഞാൻ പൊക്കി കൊണ്ടുതരാം. കാണണോ? അയാൾ ഇടം കൈകൊണ്ട് ചുണ്ടു തുടച്ചു. അങ്ങനെ ഒരു ആക്ഷൻ ഏതായാലും വേണ്ട ശങ്കരെ. അത് നമ്മളെ കൂടുതൽ കുഴപ്പത്തിൽ കൊണ്ട് ചാടിക്കും. പിന്നെ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് വന്നതുപോലെ തിരിച്ചു പോകണമെന്നാണോ സാറ് പറയുന്നത്? നിക്സൺ പോൾ സിഗരറ്റ് കുറ്റി ആഷ്ട്രയിൽ കുത്തി അമർത്തി. എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. മാത്രമല്ല നമുക്കങ്ങനെ പോകാനും പറ്റത്തില്ല. ക്വിക്ക് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ എന്നല്ലേ തമ്പുരാൻ സാറിന്റെ നിർദ്ദേശം? ഇവിടെ ഇപ്പോൾ ഫ്രെഡി സാറിന്റെ ആക്ഷൻ തുടങ്ങി. ഇനി നമ്മുടെ റിയാക്ഷൻ. അയാൾ മീശയൊന്ന് പിരിച്ചുയർത്തി. മനസ്സിലായില്ല സർ.
മനസ്സിലാക്കാം. ഏതായാലും ഈ രാത്രി നമ്മൾ അമരനെ പൊക്കിയിരിക്കും. അതെങ്ങനെ? മറ്റുള്ളവർ പിടഞ്ഞുണർന്നു. മുന്നിൽ ഇനിയും മണിക്കൂറുകളുണ്ട്. നമുക്ക് കൂട്ടായി ചിന്തിക്കാം. പക്ഷേ ഒന്ന് ഓർക്കണം. ഫ്രെഡി സാറിന്റെ ചാരന്മാർ നമുക്ക് പിന്നാലെ കാണുമെന്ന കാര്യം. സാർ, പെട്ടെന്ന് കുമാരൻ തിരക്കി. രാത്രിയിൽ നമുക്ക് അമരന്റെ വീട് ചവിട്ടി തുറന്ന് അകത്ത് കടന്നാലോ? അയൽക്കാർ അറിയും മുമ്പ് അവനെ പൊക്കിക്കൊണ്ട് പോരണം. അത് നിഷ്പ്രയാസം കഴിയുന്ന കാര്യമാ. പക്ഷേ സെക്കൻഡുകൾക്കുള്ളിൽ ഫ്രെഡി സാർ അറിയും. പിന്നെ ഇവിടുത്തെ പോലീസ് മുഴുവൻ നമുക്ക് പിന്നാലെയാകും. അപ്പോൾ യാസിർ അഹമ്മദ് ചിന്തിച്ചിരുന്നു. തമിഴ്നാട്ടിൽ പകൽ നേരത്തേക്കാൾ കൂടുതൽ തിരക്ക് സന്ധ്യ കഴിഞ്ഞാണ്. 9 മണി വരെയെങ്കിലും അങ്ങനെ തന്നെ. ആ സമയം നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞാൽ. നിക്സൺ ബോൾ എഴുന്നേറ്റ് ജനാലയ്ക്കിൽ പോയി നിന്നു. താഴെ തിരുപ്പത്തൂർ ബസ് സ്റ്റാൻഡിൽ തിരക്ക് കൂടിയിരിക്കുന്നത് കണ്ടു. സൈക്കിളിൽ കൂടകൾ കെട്ടി മുല്ലയുടെയും കനകാംബരത്തിന്റെയും പൂമാല വിൽക്കുന്നവർ. തെരുവോരത്തെ കടകൾ സജീവമായി തുടങ്ങിയിരുന്നു. പെട്ടെന്ന് യാസിർ അഹമ്മദിന്റെ സെൽഫോൺ ശബ്ദിച്ചു. അയാൾ അത് എടുത്തു നോക്കി. തമ്പുരാൻ സാറാ. മറ്റുള്ളവരോട് പറഞ്ഞിട്ട് അത് അറ്റൻഡ് ചെയ്തു. ശങ്കർ ബിയർ കുപ്പി താഴെ വെച്ചു കാതോർത്തു. യാസിർ. തമ്പുരാൻ IPSന്റെ ശബ്ദം. സർ, എന്ത് തീരുമാനിച്ചു? ഒന്നും ആയിട്ടില്ല സർ. ഞങ്ങൾ പല പദ്ധതികളും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ റൂം നമ്പർ 117 അല്ലേ? അതെ സർ. അരമണിക്കൂറിനുള്ളിൽ ഒരാൾ അവിടെ എത്തും. മലയാളിയാ. ഒറ്റപ്പാലത്തുകാരൻ. ഒരു വിജയകുമാർ. തേനിയിൽ വെയിങ് മെഷീന്റെ ബിസിനസ്സാ പുള്ളിക്ക്. തമിഴും മലയാളവും ഒരുപോലെ സംസാരിക്കും. തിരുപ്പത്തൂരൊക്കെ അയാൾക്ക് പരിചയക്കാരുണ്ട്. നിങ്ങളെ സഹായിക്കും. ഞാൻ അയാളുമായി ഫോണിൽ സംസാരിച്ചു. സർ, പിന്നെ വിളിക്കാം. ഫോൺ വെച്ചിട്ട് യാസിർ അഹമ്മദ് കാര്യം പറഞ്ഞു. അയാൾ നമ്മളെ എങ്ങനെ സഹായിക്കാനാ? നിക്സൺ സംശയം പ്രകടിപ്പിച്ചു. വരട്ടെ, നോക്കാം. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വാതിലിൽ മുട്ട് കേട്ടു. വിജയകുമാർ ആയിരിക്കും, യാസിർ പറഞ്ഞു. കുമാരൻ ചെന്ന് വാതിൽ തുറന്നു. ഒരു മധ്യവയസ്കൻ. കറുത്ത പാൻസും ബ്രൗൺ ഷർട്ടും വേഷം. യാസിർ അഹമ്മദ് സർ? അയാൾ കുമാരനെ നോക്കി. കേറി വാ. കുമാരൻ വാതിൽക്കൽ നിന്നു മാറി. അയാൾ അകത്ത് കടന്നു. കുമാരൻ വാതിലടച്ചു. വിജയകുമാർ അല്ലേ? യാസിർ തിരക്കി. അതെ സർ. ഇരിക്കെ. വിജയകുമാർ ഇരുന്നു. പിന്നെ എല്ലാവരെയും ഒന്ന് നോക്കി. തമ്പുരാൻ സർ ഫോൺ ചെയ്തു. ഇവിടെ വന്ന് നിങ്ങളെ കാണണമെന്ന്. അതെ. യാസിർ മടിയിൽ നിന്ന് തലയണ മാറ്റി. കിടക്കയിൽ കാലുകൾ താഴ്ത്തിയിട്ടിരുന്നു. പറ്റുമെങ്കിൽ വിജയകുമാറിന്റെ ഒരു സഹായം ഞങ്ങൾക്ക് വേണം. പറയൂ സർ, നമുക്ക് നോക്കാം. എങ്ങനെയാ തമ്പുരാൻ സാറുമായി നിങ്ങൾക്ക് പരിചയം? സോളാർ ശങ്കറാണ് തിരക്കിയത്. സാറിന്റെ ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് പാലക്കാടായിരുന്നല്ലോ. അക്കാലത്ത് തുടങ്ങിയ അടുപ്പമാ. വിജയകുമാർ കഷണ്ടിയിൽ ഒന്ന് വിരലൊടിച്ചുകൊണ്ട് പറഞ്ഞു. യാസിർ ചിരിച്ചു. വിജയന് കാപ്പിയോ ചായയോ? താങ്ക്സ്, ഇപ്പോഴൊന്നും വേണ്ട സർ. എങ്കിൽ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഞങ്ങൾ ഒരു കേസന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വന്നതാ ഇവിടെ. ഒരാളെ ഇവിടുന്ന് പൊക്കണം. ഇവിടുത്തെ പോലീസിന്റെ സഹായം ഇല്ലാതെ തന്നെ. അതിനാണ് വിജയന്റെ സഹായം വേണ്ടത്. വിജയകുമാർ അല്പനേരം ചിന്തിച്ചിരുന്നു. പിന്നെ പറഞ്ഞു. നമുക്ക് ശ്രമിക്കാം സർ. പണ്ടും തമ്പുരാൻ സാറിന് വേണ്ടി ഞാൻ ചില സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അയാൾ എഴുന്നേറ്റു. ഞാൻ ഒന്ന് പുറത്തു പോയി വരാം. ശരി. വിജയകുമാർ പോയി. അയാളെ കൊണ്ട് വല്ലതും നടക്കുമോ? നിക്സൺ പോളിന് സംശയം. നോക്കാം. ഏതായാലും തമ്പുരാൻ സാർ പറഞ്ഞു വിട്ടയാളല്ലേ? അവർ കാത്തിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞു. വിജയകുമാർ മടങ്ങിയെത്തി. അപ്പോൾ കൂടെ 2 പേർ ഉണ്ടായിരുന്നു. തമിഴന്മാർ. ഒറ്റ നോട്ടത്തിൽ തന്നെ എന്തിനും പോന്നവർ എന്ന് തോന്നും. വിജയകുമാർ അവരെ പോലീസിന് പരിചയപ്പെടുത്തി. ഇവർ മാരിമുത്തുവും ദൊരയ്യനും. പടക്ക കമ്പനിയിലാ ജോലി. നമുക്കിവരെ വിശ്വസിക്കാൻ സർ. മലയാളം മനസ്സിലായതുപോലെ അവരും തലയാട്ടി. വിജയകുമാർ തുടർന്നു. കക്ഷിയെ പിടിക്കാനുള്ള അവസരം ഇവർ നിങ്ങൾക്ക് ഒരുക്കിത്തരും. പിന്നെ മുങ്ങും. അതുപോരെ? മതി. യാസിർ സമ്മതിച്ചു. പിന്നീട് അവർ അതേക്കുറിച്ചായി ചർച്ച. മുഹമ്മ. സിദ്ധാർത്ഥന്റെ വീട്ടിലും അപ്പോൾ മറ്റൊരു ചർച്ച നടക്കുകയായിരുന്നു. ഹാളിൽ ശുക്രനും കമലവും പെൺമക്കളും കൂടാതെ തങ്കച്ചനും ബിജുവും പിന്നെ വിസ്മയയും ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലീസ് സ്റ്റേഷൻ യാത്ര കൊണ്ട് കാര്യമായ പ്രയോജനമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശുക്രൻ മറ്റുള്ളവരെ നോക്കി. എങ്കിൽ എന്ത് വേണമെന്ന് ശുക്രേട്ടൻ തന്നെ പറ. പോലീസ് സ്റ്റേഷനിൽ ഒരുപാട് കാലം കയറിയിറങ്ങിയ പരിചയമുണ്ടല്ലോ ഏട്ടന്. കമലം പ്രതീക്ഷയോടെ അയാൾക്ക് നേരെ തിരിഞ്ഞു.
എനിക്ക് സിദ്ധാർത്ഥനെ തിരിച്ചു കിട്ടണം. ചന്ദ്രേട്ടനെ കൊന്നവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണം. അത്രയും മതി. ശുക്രൻ അമർത്തി മൂളി. പിന്നെ താടിയിൽ പതുക്കെ തലോടിക്കൊണ്ടിരുന്നു. പൗരസമിതി രൂപീകരിക്കലും പോലീസ് സ്റ്റേഷൻ മാർച്ചും കരിങ്കൊടി പ്രയോഗവും ഒക്കെ പഴയ സമരമുറകളാണ്. നമുക്കിവിടെ പുതിയൊരു രീതിയാണ് ആവശ്യം. എത്രയും പെട്ടെന്ന് പോലീസ് ഉണർന്ന് പ്രവർത്തിക്കാൻ പോകുന്ന ഒരു സമരമുറ. അതെന്താണെന്ന് സ്വാമി തന്നെ പറ. ബിജു കസേരയിൽ മുന്നോട്ടാഞ്ഞിരുന്നു. അവന്റെ സംസാരം തീരെ പിടിക്കാത്ത മട്ടിൽ ഒരു ഭാവം ശുക്രന്റെ മുഖത്തുണ്ടായി. എങ്കിലും തിരക്കി. നിങ്ങൾ നോക്കിയാൽ കുറച്ച് ചെറുപ്പക്കാരെ കിട്ടുമോ? സിദ്ധുവിന്റെ സുഹൃത്തുക്കളും മറ്റുമായിട്ട്. കിട്ടും. തങ്കച്ചനോ ബിജുവിനോ അക്കാര്യത്തിൽ സംശയമില്ല. എങ്കിൽ കുറെ പേരെ സംഘടിപ്പിക്കണം നാളെ തന്നെ. എന്നിട്ട് അതപ്പോൾ പറയാം. മറ്റുള്ളവരുടെ ഉള്ളിൽ ആകാംക്ഷ തിങ്ങി. എന്ത് തരം സമരമുറിയാണ് ശുക്രൻ സ്വാമിയുടെ മനസ്സിലുള്ളത്? ആ സമര രീതിയെക്കുറിച്ച് ഓർത്തിട്ടെന്ന വണ്ണം ശുക്രന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തങ്ങി നിന്നു. ബസ്സിൽ പുറത്തേക്ക് നോക്കി തന്നെ ഇരിക്കുകയായിരുന്നു സിദ്ധാർത്ഥൻ. റോഡിനിരുവശത്തും കിലോമീറ്ററുകളോളം നീളത്തിൽ വെളുത്ത പാറകൾ കൂറ്റൻ ചതുര കഷ്ണങ്ങളായി മുറിച്ച് അടുക്കി വെച്ചിരിക്കുന്നത് കണ്ടു. അതെന്താണെന്ന് അവന് മനസ്സിലായില്ല. പടിഞ്ഞാറൻ മാനത്ത് പഴുത്ത ലോഹം കണക്കിയ സൂര്യൻ. അതിന്റെ കിരണങ്ങൾ വെളുത്ത പാറയിൽ തട്ടി തിളങ്ങിക്കൊണ്ടിരുന്നു. അവൻ അടുത്തിരുന്ന ആളിനോട് തിരക്കി. അതെന്താ? എല്ലാമേ മാർബിൾ കല്ല് താൻ, അയാൾ പറഞ്ഞു. അത് സിദ്ധാർത്ഥന് പുതിയ അറിവായിരുന്നു. തമിഴ്നാട്ടിൽ മാർബിൾ ക്വാറികളോ? അവൻ ആദ്യം മനസ്സിലാക്കുകയാണ്. അവന്റെ വിചാരം ഇന്ത്യയിൽ രാജസ്ഥാനിലാണ് മാർബിൾ ഉള്ളതെന്നായിരുന്നു. ആദ്യമായി മാർബിൾ ക്വാറി കാണുകയാണ്. ഒരു കൊച്ചുകുട്ടിയുടെ ജിജ്ഞാസയായിരുന്നു സിദ്ധാർത്ഥന്. കൂറ്റൻ പാറക്കെട്ടുകൾ ബ്രെഡ് മുറിക്കുന്നത് പോലെ മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നു. പാറക്കെട്ടിന്റെ പ്രതലത്തിന് നേർത്ത ചുവപ്പ് കലർന്ന നിറമാണ്. ബ്രെഡ് പോലെ തന്നെ, പക്ഷേ മുറിച്ചു കഴിയുമ്പോൾ തിളക്കമുള്ള ഒരു തരം വെളുപ്പ്. ബസ് കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിയപ്പോൾ തൊട്ടടുത്ത് തന്നെ മുറിച്ചു മാറ്റിയ മാർബിൾ പീസുകൾ കണ്ടു. ഒരു ലോറിക്ക് പിന്നിൽ ഒരു പീസ് മാത്രം വെക്കാവുന്ന വലുപ്പമുള്ളവ. ഇടയ്ക്കിടെ ചെറിയ ഗ്രാമങ്ങൾ, കൂറ്റൻ വേപ്പുമരങ്ങൾ. സൈൻ ബോർഡുകളിലൂടെ അവൻ അവയുടെ പേര് മനസ്സിലാക്കിയിരുന്നു. നാവിനിപ്പട്ടി, കീലയൂർ, രംഗസ്വാമിപുരം, അമ്മൻ കോവിൽപ്പട്ടി. തമിഴ്നാട്ടിൽ പട്ടി എന്ന് പറഞ്ഞാൽ ഗ്രാമം എന്നാണെന്ന് അവനറിയാം. പൊടുന്നനെ സിദ്ധാർത്ഥന്റെ കണ്ണുകൾ വീണ്ടും വികസിച്ചു. നേരത്തെ താൻ CKS പ്രൈവറ്റ് ലിമിറ്റഡ് എക്സ്പോർട്ടിംഗ് ഫാക്ടറിക്ക് മുന്നിൽ കണ്ട അതേ മനുഷ്യന്റെ ചിത്രങ്ങൾ. മാർബിൾ കല്ലുകളിലും മരങ്ങളിലും ഗ്രാമഭിത്തിയിലുമൊക്കെ പോസ്റ്ററിൽ ഒട്ടിച്ചു വച്ചിരിക്കുന്നു. നൂറുകണക്കിന് പോസ്റ്ററുകൾ. മരിച്ചയാൾ സാധാരണക്കാരനല്ലെന്ന് നേരത്തെ തോന്നിയതാണ്. ഷൺമുഖ പെരുമാൾ. ആ പേരിൽ തന്നെയുണ്ട് ഒരു രാജകീയ പ്രൗഢി. ഒരു ചക്രവർത്തിയെ പോലെ ആയിരിക്കില്ലേ അയാൾ ഇവിടെ ജീവിച്ചത്? അവൻ സങ്കല്പിച്ചു നോക്കി. അയാൾ കാറിൽ വന്നിറങ്ങുമ്പോൾ ഓടിക്കൂടുന്ന നാട്ടുകാർ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന പെരുമാൾ. തന്റെ അച്ഛനായിരുന്നു ഈ പെരുമാളെങ്കിൽ തന്നെയും എങ്ങനെ കണ്ടിരുന്നേനെ ഇവിടത്തുകാർ? എന്നാലും ഈ സാമ്യം ഇതെങ്ങനെയുണ്ടായി? അതാണ് ഉത്തരം കിട്ടാതെ അവനെ അപ്പോഴും അലട്ടിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് സിദ്ധാർത്ഥൻ ഒരു കാഴ്ച കണ്ടു. ആയുധമേന്തിയ 4-5 പേർ ഒരു ചെറുപ്പക്കാരനെ ക്വാറിയിൽ നിന്ന് പുറത്തേക്ക് ഓടിച്ചുകൊണ്ടുവരുന്നു. ഡ്രൈവർ പെട്ടെന്ന് ബസ് ബ്രേക്ക് ഇട്ടു. സിദ്ധാർത്ഥൻ തല പുറത്തേക്ക് നീട്ടി. മുന്നിൽ ഓടി വന്ന ചെറുപ്പക്കാരൻ ഒരു കല്ലിൽ തട്ടി കമിഴ്ന്നു വീണു. അടുത്ത നിമിഷം ആയുധധാരികൾ അവനെ വളഞ്ഞു. ആയുധങ്ങൾ ഉയർന്നു താണു. അമ്മാ! ചെറുപ്പക്കാരന്റെ ഹൃദയം വിണ്ടുകീറുന്ന അലർച്ച, ചീറ്റിത്തെറിക്കുന്ന ചോര. ബസ്സിൽ ഉള്ളവരുടെ എല്ലാം ശ്രദ്ധ നടുക്കത്തോടെ അവിടേക്കായി. ഓടിക്കൂടുന്ന നാട്ടുകാർ, ആകെ ബഹളം. ഒരു നിമിഷം തന്റെ മടിയിലിരുന്ന ബാഗ് തട്ടിപ്പറിക്കപ്പെട്ടത് സിദ്ധാർത്ഥൻ അറിഞ്ഞു. അയ്യോ, എന്റെ ബാഗ്! നിലവിളിച്ചുകൊണ്ട് അവൻ ചാടി എഴുന്നേറ്റു. അപ്പോഴേക്കും ബാഗുമായി തൊട്ടടുത്തിരുന്ന മനുഷ്യൻ ബസ്സിന്റെ ഡോർ വഴി റോഡിൽ എത്തിയിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലൂടെ അയാൾ മുന്നോട്ട് കുതിച്ചു. എന്റെ ബാഗ് തടാ! സിദ്ധാർത്ഥൻ പിന്നാലെ പാഞ്ഞു. അപ്പോഴേക്കും ഗുണ്ടാ സംഘം ആയുധങ്ങൾ വീശിക്കൊണ്ട് ജനത്തിന് നേരെ പാഞ്ഞെടുത്തു. ജനം ചിതറിയോടി. അവർക്കിടയിൽ സിദ്ധാർത്ഥനും കുരുങ്ങി. ഒരു ജീപ്പ് പാഞ്ഞു വന്നു. ഗുണ്ടകൾക്കരികിൽ സ്ലോ ചെയ്തു. അവർ അതിൽ കയറി. മിന്നൽ പോലെ അത് പാഞ്ഞുപോയി. നട റോഡിൽ വെട്ടിക്കീറപ്പെട്ട യുവാവിന്റെ ജഡം. തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധത്തിൽ വികൃതമായി കഴിഞ്ഞിരുന്നു അത്. മുറിവിലൂടെ ചോര പതഞ്ഞിറങ്ങിക്കൊണ്ടിരുന്നു. മുന്നോട്ടടുക്കാൻ പോലും ഭയന്നു നിന്നു ജനം. സിദ്ധാർത്ഥനും. തമ്പി!
ഹൃദയം നുറങ്ങുന്ന നിലവിളിയോടെ ഒരു സ്ത്രീ ഓടി വന്നു. ചോരയും മണ്ണും കൊഴിഞ്ഞ ആ ജഡം അവർ വാരി നെഞ്ചോട് ചേർത്തു. അയ്യോ, അയ്യയ്യോ! അവർ നാലുപാടും നോക്കി അലമുറയിട്ടു. യൂണിയൻ ഇല്ലാതെയുടെ എത്തില്ലേ ഓങ്കിട്ടെ യൂണിയൻ ഉരുവാക്ക വേണ്ട എന്ന് ഞാൻ ചൊന്നേനെ, നീ കേട്ടിയോ? നിലവിളിക്കിടയിൽ അവരുടെ വാക്കുകൾ ചിതറി വീണു. പെട്ടെന്ന് ബോധോദയം ഉണ്ടായതുപോലെ സിദ്ധാർത്ഥൻ ചുറ്റും നോക്കി. തൻ്റെ ബാഗുമായി ഓടിയവൻ എവിടെ? ഒരിടത്തും കണ്ടില്ല. ഈശ്വരാ, അവന് തല കറങ്ങി. തൻ്റെ പണം, വസ്ത്രങ്ങൾ എല്ലാം പോയി. പോക്കറ്റിലുള്ള കുറച്ച് രൂപ മാത്രം ബാക്കി. ചുറ്റുമുള്ള ജനക്കൂട്ടം അവൻ്റെ കണ്ണിൽ നിന്നും മാഞ്ഞു. ഏതോ മഹാവിജനതയിൽ അകപ്പെട്ടതുപോലെ വേച്ച് വേച്ച് അവനൊരു മാർബിൾ കല്ലിൽ ചെന്ന് ചാരി. രാത്രി 8 മണി. നേരത്തെ പറഞ്ഞുറപ്പിച്ചതിന് പ്രകാരം ദൊരയ്യനും മാരിമുത്തുവും പോയി കഴിഞ്ഞു. വിജയകുമാർ പോലീസ് സംഘത്തിനൊപ്പമുണ്ട്. 8:15 തിരുപ്പത്തൂർ ഡാവിഞ്ചിയുടെ വീടിനടുത്ത് എത്തണമെന്നാണ് അവർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഹെഡ് കോൺസ്റ്റബിൾ കുമാരൻ ഇതിനിടെ ബൊലീറോയിൽ നിന്ന് ബീക്കൺ ലൈറ്റ് നീക്കം ചെയ്തിരുന്നു. ഒറ്റനോട്ടത്തിൽ പോലീസ് വണ്ടിയാണെന്ന് ആരും അറിയേണ്ട. 5 മിനിറ്റ് കൊണ്ട് ഹോട്ടൽ മുറ്റത്ത് നിന്ന് തിരുപ്പത്തൂർ ഡാവിഞ്ചിയുടെ വീടിന് മുന്നിലെത്താം. യാസിർ അഹമ്മദ് കണക്കുകൂട്ടി. തങ്ങൾ നേരത്തെ അവിടെ എത്തിയാൽ കളി മാറും. 8:10 കുമാരൻ ബൊലീറോ സ്റ്റാർട്ട് ചെയ്തു. നേരെയുള്ള റോഡിലൂടെ പോയി വലത്തേക്ക് തിരിഞ്ഞു. അടുത്ത നിമിഷം ഡാവിഞ്ചിയുടെ വീടിന് ഉദ്ദേശം 25 മീറ്റർ അകലത്തിൽ പടക്കപ്പൊരിക്ക് തീ പിടിച്ചതുപോലെ ഒരു ശബ്ദം. അവർ നോക്കി. റോഡിൽ നിറയെ പൊട്ടിത്തെറിക്കുന്ന പടക്കങ്ങൾ, അമിട്ടുകൾ, മിന്നുന്ന വെളിച്ചത്തിന്റെ പൂരം. പ്രദേശവാസികൾ കാര്യമറിയാതെ പുറത്തേക്ക് കുതിച്ചു. ശങ്കർ, അവർ വാക്കു പാലിച്ചു. ക്യുക്ക്! യാസിർ അഹമ്മദിന്റെ ശബ്ദം പടക്കങ്ങളുടെ ശബ്ദത്തിൽ ലയിച്ചു ചേർന്നു. അന്തരീക്ഷത്തിൽ വെടിമരുന്നിന്റെ ഗന്ധം. സർ! പോലീസ് സംഘം ഡോർ തുറന്ന് പുറത്തേക്ക് ചാടി. ബൊലൂറോയിൽ കുമാരനും വിജയകുമാറും മാത്രം അവശേഷിച്ചു. കുമാരൻ അവിടെയിട്ട് തന്നെ ബൊലീറോ തിരിച്ചു നിർത്തി. യാസിറും സംഘവും ഡാവിഞ്ചിയുടെ മുറ്റത്തെത്തിയിരുന്നു. റോഡിലൂടെ ആളുകൾ ചിതറിയോടി. അതിനിടെ അവരെ ആരും ശ്രദ്ധിച്ചില്ല. തുറന്നു കിടന്നിരുന്ന വാതിൽ വഴി ആദ്യം വീടിനുള്ളിൽ എത്തിയത് യാസിർ അഹമ്മദാണ്. പെട്ടെന്ന് മുന്നിൽ ഒരു ഗ്ലാസ് ഭിത്തിയിൽ ചെന്നിടിച്ചതുപോലെ അവർ നിന്നുപോയി. 2 കാലുകളുടെ പിടച്ചിലാണ് അവർ ആദ്യം കണ്ടത്. സാർ! പിന്നിൽ നിന്ന് നിക്സൺ പോളിന്റെ നിലവിളി പോലെയുള്ള ശബ്ദം. മറ്റുള്ളവരും അത് കണ്ടു കഴിഞ്ഞിരുന്നു. അമരന്റെ കഴുത്ത് ഞെരിക്കുന്ന ഒരാൾ. ചാകാൻ പോകുന്ന മൃഗത്തിൻ്റെതുപോലെ ഒരൽച്ച അമരന്റെ വായിൽ നിന്ന് പുറത്തു ചാടി. എതിരാളിയുടെ കൈകൾ തന്റെ കഴുത്തിൽ നിന്ന് മാറ്റുവാൻ അവൻ ശ്രമിക്കുന്നുണ്ട്. കഴിയുന്നില്ല. ഉരുക്കുപൂട്ട് വീണതുപോലെയാണ് ആ മനുഷ്യന്റെ വിരലുകൾ മുറുകിയിരിക്കുന്നത്. കറുത്ത് തടിച്ച ഒരാളായിരുന്നു അത്. ചത്തു തൊലയടാ! അയാളുടെ കടിച്ചു പിടിച്ച പല്ലുകൾക്കിടയിലൂടെ ചതഞ്ഞ തമിഴ് ശബ്ദം പുറത്തു ചാടി. അയാളുടെ മുഖത്തെ മാംസപേശികൾ നിന്ന് വിറച്ചു. അമരന് ശ്വാസം വിടാനായില്ല. അടുത്ത നിമിഷം ഒരു കൂടം വന്ന് തലയ്ക്കടിച്ചതുപോലെ ആ മനുഷ്യൻ അമരന്റെ മീതെ കൂടി അപ്പുറത്തേക്ക് മറിഞ്ഞു. ആദ്യം കട്ടിലിന്റെ ഹെഡ് റെസിൽ, അതിൽ നിന്ന് തറയിലേക്ക്. അമരൻ ശ്വാസം വലിച്ചുവിട്ടു. അവനൊന്നും മനസ്സിലായില്ല. അടഞ്ഞു വരുന്ന കണ്ണുകൾക്കിടയിലൂടെ മുന്നിൽ നിഴൽ രൂപങ്ങൾ പോലെ ചിലരെ കണ്ടു. നിക്സ, വേഗം! യാസിർ അഹമ്മദ് ശബ്ദം താഴ്ത്തി തിടുക്കത്തിൽ അറിയിച്ചു. ഒരു ഡെമ്മി ബോഡി ഉയർത്തുന്നത് പോലെ എസ് ഐ നിക്സൺ പോൾ അമരനെ എടുത്ത് തോളിലിട്ടു. പിന്നെ പുറത്തേക്കോടി. തറയിൽ വീണ മനുഷ്യൻ ചാടി എഴുന്നേറ്റു. പോരുകാളയെ പോലെ യാസിർ അഹമ്മദിനെ നോക്കി. പിന്നെ ആൾക്കുരങ്ങിനെ പോലെ വായ് പിളർന്നുകൊണ്ട് കുതിച്ചു ചാടി. പക്ഷേ കിടക്കയുടെ സൈഡിൽ നിന്നിരുന്ന സോളാർ ശങ്കർ കാലുയർത്തി. വാരിയലുകൾക്കിടയിൽ ചവിട്ടേറ്റ അയൽ ചെന്ന് ഭിത്തിയിൽ ഇടിച്ചു. യാസിർ കട്ടിലിൽ ചാടിക്കയറി. പിന്നെ കൈകൾ വീശി ഒറ്റയടി. ഇരു കവിളുകളും ചേർത്ത് 2 ചക്കക്കുരു പോലെ അയാളുടെ കണ്ണുകൾ പുറത്തേക്കുന്തി വന്നു. കൈ ചുരുട്ടി ഒറ്റ ഇടികൂടി ഉച്ചിയിൽ. കാറ്റുപോയ ബലൂൺ ബൊമ്മ കണക്കെ അയാൾ ഭിത്തിയിലൂടെ താഴേക്കീർന്നു. ശങ്കർ, കമോൺ! യാസിർ അഹമ്മദ് വാതിലിന് നേർക്ക് തിരിഞ്ഞു. ശങ്കറും പുറത്ത് പടക്കങ്ങളുടെ ഒച്ചകൾ നിലച്ചു. അവിടം ആകെ വെളുത്ത കട്ടിപ്പുക പരന്നു. മഞ്ഞുപോലെ. തൊട്ടടുത്ത വസ്തുക്കൾ പോലും കാണാൻ പറ്റാത്ത അവസ്ഥ. പുകയ്ക്കിടയിൽ ആളുകളുടെ ബഹളങ്ങൾ കേട്ടു. അവർ മിന്നൽ വേഗത്തിൽ ബൊലീറോയിലെത്തി. നിക്സൺ പോൾ അമരനുമായി അതിൽ കയറി കഴിഞ്ഞിരുന്നു. കുമാരൻ ബൊലീറോ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. യാസിറും ശങ്കറും കയറിയതോടെ അത് പാഞ്ഞുപോയി. ഉദ്ദേശം 3 മിനിറ്റിനുള്ളിലായിരുന്നു ഈ ഓപ്പറേഷന്റെ പരിസമാപ്തി.
യാസിർ അഹമ്മദ് മുൻ സീറ്റിലിരുന്നു. തിരിഞ്ഞു നോക്കി. ബോധം നഷ്ടമായ അമരൻ പിന്നോട്ട് ചാരിക്കിടക്കുന്നു. മെയിൻ റോഡിലെത്തിയതും വിജയകുമാർ പറഞ്ഞു, സർ, എന്നെ ഇവിടെ വിട്ടേര്. 2 ദിവസം ഞാൻ ഇവിടെയൊക്കെ കാണും. ഓക്കെ, ഞാൻ വിളിക്കാം. യാസിർ പ്രതിവചിച്ചു. അയാളെ അവിടെ ഇറക്കി ബൊലേറോ പോയി. രംഗസ്വാമിപുരം നീലക്കരിമ്പിന്റെ തോട്ടത്തിന് നടുവിലെ ഒരു ഷെഡിൽ ഉണ്ടായിരുന്നു റൂറൽ SP ഫ്രെഡി ഐപ്പും മറ്റു ചിലരും. മരക്കമ്പുകൾ കെട്ടിയുണ്ടാക്കിയ ഒരു കസേരയിൽ പിന്നോട്ട് ചാരിയിരിക്കുകയാണ് ഐപ്പ്. കാലുകൾ മുന്നിലെ വാളംപുളി മുറിച്ചുണ്ടാക്കിയ തടിക്കുറ്റിയിൽ ഉയർത്തി വച്ചിരിക്കുന്നു. ഷെഡിന്റെ പുറത്ത് മണ്ട മുറിക്കാത്ത നീലക്കരിമ്പിന്റെ കെട്ടുകൾ 2 ലോറിയിലേക്ക് അടുക്കി വയ്ക്കുന്നു. കരിമ്പിൻ ജ്യൂസ് ബിസിനസ്സിനായി കേരളത്തിലേക്ക് കൊണ്ടുപോകാനാണത്. അതിനപ്പുറം കരിമ്പിൻ കാട്ടിലേക്ക് കയറ്റിയിട്ടിരിക്കുകയാണ് പോലീസിന്റെ ഒരു ഇന്നോവ കാർ. അരികിലിരിക്കുന്നവർ ഒരു ഗ്ലാസ് വാറ്റ് ചാരായം പകർന്ന് ഫ്രെഡി ഐപ്പിന് കൊടുത്തു. ഐപ്പ് അത് വാങ്ങി. പിന്നെ ഒരു വിരൽ ഗ്ലാസ്സിലേക്ക് മുക്കിയിട്ട് മുന്നിലിരുന്ന പാട്ടവിളക്കിന്റെ നാളത്തിലേക്ക് നീട്ടി. അയാളുടെ വിരലിൽ ഒരു നീല ജ്വാല നിന്നെരിഞ്ഞു. കൊള്ളാം, പ്രമാദം. ഒരിറക്ക് കുടിച്ചിട്ട് ഐപ്പ് ചിരിച്ചു. തുടർന്ന് ഷർട്ടഴിച്ച് ഷെഡിലെ അയയിൽ തൂക്കി. നിന്നെയൊക്കെ ഞാൻ ചാരായം വാറ്റാൻ പഠിപ്പിച്ചത് നന്നായി. അയാൾ ഗ്ലാസ് കയ്യിൽ വെച്ച് മെല്ലെ തിരിച്ചുകൊണ്ട് തിരിഞ്ഞു. ഷെഡിനോട് ചേർന്ന് ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഇറച്ചി വറക്കുന്നതിന്റെ സുഖകരമായ ഗന്ധം. ആയില്ലേടാ? 5 നിമിടത്തുക്കുള്ളേ ആയിടും സർ. അടുപ്പിലേക്ക് വിറക് ഒന്നുകൂടി തള്ളി വെച്ചിട്ട് അവിടെ ഇരുന്ന ആൾ പറഞ്ഞു. 2 മിനിറ്റിനുള്ളിൽ അയാൾ നുറുക്കി വറുത്ത മയിലിന്റെ ഇറച്ചി ഒരു പ്ലേറ്റിൽ കോരിയിട്ടു. അത് ഫ്രെഡി ഐപ്പിന്റെ മുന്നിൽ കൊണ്ടുവച്ചു. കരിമ്പിൻ തോട്ടം കഴിഞ്ഞാൽ കൊയ്ത്തു കഴിഞ്ഞ നെൽപ്പാടങ്ങളാണ്. അതിനടുത്തുള്ള മുൾക്കാടുകളിലും കുന്നിൻ ചെരുവുകളിലുമെല്ലാം ധാരാളം മയിലുകളുണ്ട്. രാവിലെയും വൈകിട്ടും അവ കൂട്ടത്തോടെ അവിടെ മേയാനെത്തും. ചിലതിനെ കുരുക്കുകെണിയിൽ വീഴ്ത്തിയാണ് പിടിക്കുക. ഐപ്പ് ഒരു കഷ്ണം ഇറച്ചിയെടുത്ത് രുചിച്ചു നോക്കി. ഭേഷ്. അയാൾ പാചകക്കാരനെ അഭിനന്ദിച്ചു. കഴിക്കുന്നെങ്കിൽ ഇതുപോലെ മയിലിനെ തന്നെ വേണം. എന്താ സ്വാദ്. പക്ഷേ ഒന്നുണ്ട്, പിടി വീണാൽ ഞാനും അകത്താ. കണ്ടില്ലേ മാണിനെ വെടിവെച്ചതിന് ഒരു MP മകൻ ഹിന്ദി സിനിമാക്കാരൻ അകത്ത് കിടക്കുന്നത്? അത് കേട്ട് ഒപ്പം ഉണ്ടായിരുന്നവർ ചിരിച്ചു. എവ്വളവ് നേരമാച്ച് ഇവൻ ഫോൺ ഇന്നും കാണലിയേ? ഒരാൾ പറഞ്ഞുകൊണ്ട് സെൽഫോൺ എടുത്തു നോക്കി. അതേക്കുറിച്ച് നിങ്ങൾക്ക് ഉത്കണ്ഠ വേണ്ട. അവൻ തീർക്കാം എന്നേറ്റ കാര്യം തീർത്തിരിക്കും. എ ഡേഞ്ചറസ് വെറൈറ്റി മാൻ. അതാ അവൻ. അമരനെ കൊന്നത് தேவைதானா? അതും വന്ന് ഡാവിഞ്ചി അണ്ണനുക്കോ തെരിഞ്ചാ അവര് നമ്മക്കോടെ നിപ്പാങ്കളാ? രണ്ടാമന് സംശയം. കാര്യം യാസിർ അഹമ്മദ് റാങ്ക് കൊണ്ട് എന്റെ ജൂനിയർ തന്നെ. പക്ഷെ ഒരു കാര്യത്തിൽ അവൻ ഇറങ്ങി പുറപ്പെട്ടാൽ നിങ്ങൾക്കറിയാൻ പാടില്ല, തല പോയാലും നേടിയേ അവൻ അടങ്ങൂ. സത്യസന്ധതയും നീതിബോധവും കൊണ്ട് ഭ്രാന്ത് പിടിച്ച ഒരു ബാസ്റ്റഡ്. അതാ അവൻ. അങ്ങനെയേ അവനെ വിശേഷിപ്പിക്കാൻ പറ്റൂ. ഫ്രെഡി പറഞ്ഞു നിർത്തി. ആ നിമിഷത്തിൽ അയാളുടെ സെൽഫോണിൽ വെളിച്ചം തുരുതിരെ മിന്നി. അയാൾ അതെടുത്ത് ഡിസ്പ്ലേയിലേക്ക് നോക്കി. അവനാ. പറഞ്ഞിട്ട് ഫോൺ കാതോട് ചേർത്തു. 2 നിമിഷങ്ങൾ കഴിഞ്ഞതും അയാളുടെ മുഖത്ത് വിവിധ ഭാവങ്ങൾ മിന്നി. ഇടം കൈയിലിരുന്ന ഗ്ലാസ് വലിച്ചെറിഞ്ഞുകൊണ്ട് ഫ്രെഡി ഐപ്പ് ചാടി എഴുന്നേറ്റു. എന്നെ സാർ പ്രശ്നം. അടുത്തിരുന്നവരും എഴുന്നേറ്റു. കാര്യം നടന്നില്ല. അമരൻ, ഹീസ് മിസ്സിംഗ്. തിടുക്കത്തിൽ പറഞ്ഞിട്ട് അയാൾ ഷർട്ട് എടുത്തിട്ടു. അതിന്റെ കോളറിൽ പിടിച്ചിട്ട് തലയ്ക്ക് മീതി ഒന്ന് കറക്കി. ഫാൻ പോലെ കറങ്ങി അത് അയാളുടെ പുറത്ത് വീണു. ബട്ടൺസ് പകുതി ഇട്ടുകൊണ്ട് ഐപ്പ് ഇന്നോവയിലേക്ക് പാഞ്ഞു. ഡോർ തുറന്നടഞ്ഞു. എഞ്ചിൻ മുരണ്ടു. മുന്നിലേക്ക് വീണ് കിടക്കുന്ന തലമുടികൾക്കിടയിലൂടെ നോക്കുന്നത് പോലെ അതിന്റെ തീക്കണ്ണുകൾ കരിമ്പോലകൾക്കിടയിലൂടെ നീണ്ടു. ലോറികൾക്ക് രണ്ടും മധ്യേ കൂടി ഇന്നോവ റോഡിലേക്ക് പാഞ്ഞു. റോഡിലേക്ക് കയറിയതും ചീറി വന്ന ഒരു ബസിന്റെ ബ്രേക്ക് അലറി. വലിച്ചു മാറ്റും പോലെ ബസ് ഇടത്തേക്ക് തെന്നി മാറി. അത് ശ്രദ്ധിക്കാതെ ഫ്രെഡി ഐപ്പ് ഇന്നോവ വലത്തേക്ക് വെട്ടിച്ചു. ബസ് ഡ്രൈവർ തല പുറത്തേക്ക് നീട്ടി നോക്കി. അകലെ ഇന്നോവയുടെ പിന്നിലെ ചുവന്ന വെളിച്ചം മറയുന്നതാണ് കണ്ടത്. കരിപ്പത്തൂർ തിരുകോഷ്ടിയൂർ റോഡ്. ഇരുവശത്തും കൂറ്റൻ പുളിമരങ്ങൾ. ചില മരത്തിനടിയിൽ ലോറി ടയർ പിടിപ്പിച്ച കാളവണ്ടികൾ കിടക്കുന്നു. ചെന്ന വേഗത്തിൽ തന്നെ ഫ്രെഡി ഐപ്പ് ഇന്നോവ ഇടത്തോട്ട് വെട്ടിത്തിരിച്ചു. പിൻചക്രങ്ങൾക്കിടയിലെ മണൽത്തരികൾ നിലവിളിച്ചു. 5 മിനിറ്റ് കഴിഞ്ഞ് വേഗം കുറച്ചു.
കുന്നിൻ ചെരുവിൽ ഇരുൾ കുടയാക്കിയ ഒരു കെട്ടിടം. മുറ്റത്തിന്റെ കോണിൽ പനയോലകൾ കൂട്ടിയിട്ടിരിക്കുന്നു. കെട്ടിടത്തിന്റെ സിമന്റ് തേക്കാത്ത ഇഷ്ടിക ചുവരിൽ ഹെഡ്ലൈറ്റുകളുടെ വെളിച്ചം കുത്തി നിന്നു. രോഷത്തോടെ ഐപ്പ് ചാടിയിറങ്ങി. എൻജിൻ ഓഫ് ചെയ്യുകയോ ലൈറ്റ് അണയ്ക്കുകയോ ചെയ്തില്ല. കെട്ടിടത്തിന്റെ തകരവാതിൽ അടഞ്ഞു കിടക്കുകയാണ്. വെടിമരുന്നിന്റെ ഗന്ധം. അയാൾ വാതിലിൽ തട്ടി വിളിച്ചു, "ഡേയ് മാരിമുത്തു, യാരടാ ഉള്ളേ, തുറങ്ങടാ കഥവേ." അകത്ത് ആരുടെയോ പിറുപിറുക്കൽ കേട്ടു. "ഇന്ത ഇരുവില് എന്ത നായടാ കത്രേൻ?" പല്ല് ഞെരിച്ചുകൊണ്ട് ഫ്രെഡി കൂടുതൽ ശക്തിയിൽ വാതിലിൽ ഇടിച്ചു. അത് തകർന്നു വീഴുമെന്ന് തോന്നി. "അടിച്ച് ഉടയ്ക്കാൻ തുങ്കടാ, തുറക്കപ്പോറേൻ." അകത്ത് നിന്ന് ശബ്ദം. തുടർന്ന് വാതിൽ തുറക്കപ്പെട്ടു. ദൊരയൻ. അയാളുടെ കണ്ണുകളിലേക്ക് ഇന്നോവയുടെ വെളിച്ചം പുളഞ്ഞു കയറി. നെറ്റിക്ക് മീതെ കൈ വെച്ചുകൊണ്ട് ദൊരയൻ ഫ്രെഡിയെ തുറച്ചു നോക്കി. "അയ്യോ സർ, നീങ്കളാ?" "അതേടാ, എന്തിയെ നിന്റെ മറ്റവൻ?" ചോദിക്കുന്നതിനിടയിൽ തന്നെ ഫ്രെഡി IPS അകത്തേക്ക് ശ്രദ്ധിച്ചു. ഇന്നോവയുടെ വെളിച്ചം തുറന്ന വാതിലിൽ വഴി അകത്ത് നിറഞ്ഞിരുന്നു. കീറി തുടങ്ങിയ പനമ്പായിൽ നിന്ന് അഴിഞ്ഞ മുണ്ട് മുറുക്കിയെടുത്ത മാരിമുത്തുവും എഴുന്നേറ്റു. ഒരു ഭാഗത്ത് പൂർത്തിയാക്കിയതും അല്ലാത്തതുമായ പടക്കങ്ങൾ, ഗുണ്ടുകൾ, പൂത്തിരികൾ. മാരിമുത്തുവും വാതിൽക്കലെത്തി. "ഏൻ സർ, ഇന്ത നേരത്തിലേ? നീയൊക്കെ എന്താ ഞാൻ വിളിച്ചപ്പോൾ എഴുന്നേൽക്കാൻ വൈകിയേ?" അവരുടെ മുഖത്ത് ജാള്യത പരന്നു. "എന്നെ കേൾവി സർ, കാലയിലിരുന്ന് ഏകപ്പെട്ട വേലൈ. അപ്പുറം നേർപ്പടി കൊഞ്ചം അപ്പുടിയേ പടുത്ത് തൂങ്കിട്ടാറ്." ദൊരയൻ പറഞ്ഞു. ഫ്രെഡി ഇരുവരെയും ശ്രദ്ധിച്ചു. മുഖത്ത് മറ്റു ഭാവഭേദം ഒന്നുമില്ലേ? "നീയൊക്കെ തിരുപ്പത്തൂരിൽ ഇന്നൊരു വെടിക്കെട്ട് നടത്തി അല്ലേടാ? അതും എൻ്റെ കാൽച്ചോട്ടില്. ഇന്നക്കാ ഇന്നക്ക് എന്ത ബുക്കിങ്ങും കിടയാതെ." മാരിമുത്തു നെറ്റി ചുളിച്ചു. "ദേ വേലയിറക്കരുത്, ഞാൻ ആള് വേറെയാ, അറിയാമല്ലോ." അയാൾ കൈ ചൂണ്ടി. "ആർക്ക് വേണ്ടിയാ ഡാവിഞ്ചിയുടെ വീടിനടുത്ത് നീയൊക്കെ ആ നാടകം നടത്തിയതെന്നാ എനിക്കറിയേണ്ടത്." "നാടകമാ?" മാരിമുത്തുവും ദൊരയനും കൈമലർത്തി. ഫ്രെഡി ഒരു നിമിഷം ചിന്തിച്ചു നിന്നു. "ഇന്നാരെങ്കിലും ഇവിടെ നിന്ന് കൂടുതൽ പടക്കം വാങ്ങിച്ചു കൊണ്ട് പോയോടാ?" "ഇല്ല സർ, നാളേക്ക് അമ്മൻകോവിലിൽ ഒരു ഭക്തൻ ബുക്ക് പണിയിരിക്കാങ്ക സർ." ഫ്രെഡി അയ്പ് അസ്വസ്ഥനായി. ഇവരല്ലെങ്കിൽ പിന്നെ ആര്? അയാളുടെ കണ്ണുകൾ മുറിയാകെ വട്ടം ചുറ്റി. പനയോല മേഞ്ഞ മേൽക്കൂര ചിലതൊക്കെ കാറ്റിൽ പറന്നു പോയിട്ടുണ്ട്. അതുവഴി ആകാശവും നക്ഷത്രങ്ങളും കാണാം. "ഓക്കെ, ഇപ്പോൾ ഞാൻ പോകുന്നു. കൂടുതൽ തെളിവുകളുമായി എനിക്കിവിടേക്ക് മടങ്ങി വരേണ്ടി വന്നാൽ." അയാൾ പല്ല് ഞെരിച്ചു. "ഈ പടക്ക കമ്പനി മാത്രമല്ല, ഇതിനുള്ളിലിട്ട് നിന്നെയൊക്കെയും കത്തിക്കും ഞാൻ, പച്ചയ്ക്ക്. ജാഗ്രതേ." അയാൾ അവരുടെ കരണത്ത് ഓരോന്ന് പൊട്ടിച്ചു. "സർ, ഇടയ്ക്കിടെ നീയൊക്കെ എന്നെ ഓർക്കണം. അതിനായി ഈ സമ്മാനം." മാരിമുത്തുവും ദൊരയനും പരസ്പരം നോക്കി ചിരിച്ചു, കവിളിൽ തടവിക്കൊണ്ട്. അടുത്ത ഭാഗം നാളെ.